ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന കേസിൽ ബിജു രാധാകൃഷ്ണനെ വെറുതെ വിട്ടിരിക്കുകയാണ്. ബിജുവിന്റെ അമ്മ രാജമാളിനെയും ഹൈക്കോടതി വെറുതെ വിട്ടു. ഇരുവരെയും ശിക്ഷിച്ച വിചാരണ കോടതി വിധി റദ്ദാക്കുകയായിരുന്നു. കുറ്റക്കാരനെന്ന് തെളിയിക്കാനുള്ള തെളിവുകളൊന്നും സംശയത്തിനതീതമായി കുറ്റം തെളിയിക്കപ്പെടാൻ ഇല്ല എന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഇവരെ വെറുതെ വിട്ടിരിക്കുന്നത്. ബിജു രാധാകൃഷ്ണന് ജീവപര്യന്തവും അമ്മയ്ക്ക് 3 വർഷത്തെ തടവുമാണ് കൊല്ലം അഡീഷണൽ ചീഫ് സെഷൻസ് കോടതി വിധിച്ചിരുന്നത്. കൊലപാതകം, സ്ത്രീപീഡനം, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ബിജുവിനെതിരെ ചുമത്തിയിരുന്നത്. കേസിൽ 2ാം പ്രതിയാണ് ബിജുവിൻ്റെ അമ്മ രാജമാൾ. കൊലപാതകത്തിന് കൂട്ടുനിൽക്കൽ, സ്ത്രീധന പീഡനം എന്നീ കുറ്റങ്ങളാണ് രാജമാളിനെതിരെ ചുമത്തിയിരുന്നത്. 2008 ഫെബ്രുവരി 3-ന് ബിജുവിൻ്റെ കുളക്കടയിലെ വീട്ടിൽ വെച്ചാണ് ഭാര്യ കൊല്ലപ്പെടുന്നത്. നിർബന്ധിച്ച് മദ്യം നൽകി ശ്വാസം മുട്ടിച്ച് കൊന്നു എന്നാണ് പ്രോസിക്യൂഷൻ കേസെടുത്തത്. നേരത്തെ ഭാര്യ രശ്മിയെ കൊലപ്പെടുത്തിയ കേസിൽ ബിജു രാധാകൃഷ്ണനെയും അമ്മ രാജമാളിനെയും കൊട്ടാരക്കര കോടതി ശിക്ഷിച്ചിരുന്നു. ഇതിൽ ബിജു രാധാകൃഷ്ണന് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ലഭിച്ചിരുന്നത്. കൂടാതെ പിഴയും ഈടാക്കിയിരുന്നു. അമ്മ രാജമാളിന് സ്ത്രീധന പീഡനത്തിലുള്ള ശിക്ഷയും ചുമത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ രശ്മി കൊല്ലപ്പെട്ട കേസിൽ സ്ത്രീധന പീഡനത്തിന് മാത്രമാണ് ഇരുവർക്കെതിരെയും കേസ് ചുമത്തിയിരുന്നത്. സോളാർ കേസ് സജീവമായി വന്ന ഘട്ടത്തിലാണ് ബിജു രാധാകൃഷ്ണനെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുക്കുന്നത്. പിന്നീട് കൊട്ടാരക്കര കോടതി വിചാരണ പൂർത്തീകരിച്ച് ശിക്ഷ വിധിക്കുകയായിരുന്നു. വിചാരണ കോടതി ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിച്ച് ബിജു പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്നു. അമ്മ രാജമാളിന് 3 വർഷം തടവായിരുന്നു വിചാരണ കോടതി വിധിച്ചിരുന്നത്. വിചാരണ കോടതിയുടെ ഈ വിധിയാണ് ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. എന്നാൽ വിചാരണ കോടതിയുടെ വിധി ചോദ്യം ചെയ്ത് ബിജു രാധാകൃഷ്ണൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. രാജമാളിനെയും ഹൈക്കോടതി വെറുതെ വിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തനിക്കെതിരായ തെളിവുകൾ കെട്ടിച്ചമച്ചതാണെന്നാണ് ബിജു ഹർജിയിൽ ആരോപിച്ചതും. തനിക്കെതിരെ തെളിവുകളില്ല എന്നും കുട്ടി മാത്രമാണ് സാക്ഷിയെന്നുമാണ് പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചതെന്നും പ്രോസിക്യൂഷൻ വാദമുഖങ്ങൾ വിശ്വാസയോഗ്യമല്ല എന്നുമാണ് ബിജു രാധാകൃഷ്ണൻ കോടതിയെ അറിയിച്ചത്. കുട്ടി മാത്രം പറഞ്ഞ മൊഴികളുടെ അടിസ്ഥാനത്തിൽ വിചാരണ കോടതി ശിക്ഷിച്ചത് ശരിയായില്ല എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത്. കുട്ടിയെ മാത്രമാണ് സാക്ഷിയായി അവതരിപ്പിച്ചതെന്ന ആരോപണത്തെ ഖണ്ഡിക്കുന്നതിനാവശ്യമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നും ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി. കേസിലെ സാക്ഷിമൊഴികൾ വിശ്വാസയോഗ്യമല്ല എന്ന് കോടതി നിരീക്ഷിച്ചതുമാണ് വ്യക്തമാകുന്നത്. ഏതായാലും ബിജു രാധാകൃഷ്ണനെ ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുകയാണ് ഹൈക്കോടതി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.